എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി. CPM പറഞ്ഞു കോൺഗ്രസിൽ ഭയങ്കര മുഖ്യമന്ത്രി തർക്കമാണ്, കോൺഗ്രസിൽ ഭയങ്കര പ്രശ്നമാണ്. നിങ്ങളുടെ പാർട്ടിയിൽ CPM എല്ലാം ശാന്തമാണല്ലോ അല്ലേ? അത് പിന്നെ എന്താണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നടക്കുന്ന കാര്യങ്ങൾ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നടക്കുന്ന കാര്യങ്ങൾ? സാർ, ഞാൻ പ്രതിപക്ഷ നേതാവായി വന്ന് കസേരയിൽ ഇരുന്നപ്പോൾ എന്നെ ആരും ചോദ്യം ചെയ്തില്ല. പാർട്ടിയിൽ പ്രതിപക്ഷ നേതാവിനെയും പാർട്ടി സെക്രട്ടറിയെയും പാർട്ടിയിലെ അണികളും നേതാക്കന്മാരും ചോദ്യം ചെയ്യാണ് നേതൃത്വത്തെ, അല്ലെ നിങ്ങളുടെ പാർട്ടിയിൽ? ഇവൻ ശരിയല്ല. അതൊക്കെ വല്ലാത്തൊരു പൂതിയാണ് കേട്ടോ. ഇവിടെ ഞാനോ ഞങ്ങളോ ആദ്യമായിട്ട് നേരിടുന്നതല്ല. നല്ലോണം ചിരിക്കുന്നില്ലേ? ചിരിക്കുന്നവർ നല്ലോണം മനസ്സിലായിക്കോ. നിങ്ങളെല്ലാം പിന്താങ്ങിക്കൊണ്ടിരിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങള് കൊത്തിക്കീറി വലിച്ചു നടക്കുകയായിരുന്നു. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ല. അന്നൊന്നും നമ്മളൊക്കെ തകർന്നു പോയിട്ടില്ല കേട്ടാ. അതിനെല്ലാം നേരിട്ട് കൊണ്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. എന്നെയോ ഞങ്ങളെയോ ഈ സ്ഥാനത്ത് പാടില്ല എന്ന് ഞങ്ങളെ പാർട്ടിയിൽ എവിടെയും ആലോചിച്ചിട്ടില്ല. അതെല്ലാം ഈ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. അത് കേട്ടിട്ട് ഇതാ ഇപ്പൊ CPM തകരാൻ പോകുന്നേന്ന് വിചാരിച്ച് നിങ്ങൾ വല്ലാതെ ഊഹിച്ച് നിൽക്കണ്ട കേട്ടാ. ഒരു മാറ്റവും ഇല്ലല്ലോ. അല്ല CPM എല്ലാം നന്നായി നടക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. കാരണം എന്താ അറിയോ? ഒരു തിരുത്തലും ഇല്ല. ഇതെല്ലാം കറക്റ്റാണ് നിങ്ങൾ തീരുമാനിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങൾ ഇങ്ങനെ തന്നെ പോണം. ഇന്ന് പിണറായി വിജയൻ നിയമസഭയിൽ സതീശനെ വെല്ലുവിളിച്ചതുപോലെ CPMലെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. ഇനി അതിശക്തനായ പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ തുടരുമോ? CPMന്റെ തെരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടായിരുന്നു പോലും അവർ അംഗീകരിച്ചിട്ടില്ല. പിണറായി വിജയന്റെ വെല്ലുവിളി കേട്ടാൽ തോന്നുന്നു അദ്ദേഹമാണ് മുഖ്യമന്ത്രി, PD സതീശൻ ഇപ്പോഴും പ്രതിപക്ഷ നേതാവാണ് എന്ന്. ഇത് പാർട്ടിക്ക് തെറ്റുപറ്റി, മുന്നണിക്ക് തെറ്റുപറ്റി, പല സ്ഥലങ്ങളിൽ തിരുത്തേണ്ട സ്ഥലത്ത് തിരുത്തിയില്ല, അതിൽ ജാഗ്രത കുറവുണ്ടായി, വീഴ്ചയുണ്ടായി എന്നൊക്കെയാണ് പാർട്ടി നേതാക്കന്മാർ ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നത്. സ്വാഭാവികം. യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ ഇവരാരും പറയുകയില്ല. കാരണം എന്താ വെച്ചാൽ ഈ തീരെ ഭരണപരിചയമില്ലാത്ത 10-12 പേരെ വെച്ച് മന്ത്രിസഭ ഉണ്ടാക്കി കഴിവും പ്രാപ്തിയുള്ള ആളുകളെ പുറത്തു നിർത്തുകയും ചെയ്തു. അതാണ് ഒന്നാമത്തെ തെറ്റ്. അത് നീ എന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തിയതല്ല, ഡയറക്റ്റ് ആയിട്ട് കുത്തിയതാ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ജനാധിപത്യമില്ല, അത് ഇടതുപക്ഷ മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്തു. അപ്പൊ ഇപ്പോൾ വലതുപക്ഷത്തെക്കാൾ വലതുപക്ഷത്താണ് ഇടതുപക്ഷത്തിന്റെ നിൽപ്പ്. അങ്ങനെ പറയരുത്. പിന്നെങ്ങനെ പറയണം? മാത്രമല്ല, ഇത്തവണ ഈ നിയമസഭയിൽ എഴുന്നേറ്റ് മറുപടി പറയാൻ ആരുമില്ല. പിരു ചോദിച്ച ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. പിണറായി വിജയൻ നിയമസഭയിൽ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത പ്രതിപക്ഷ നേതാവായി മാറി എന്ന് വെച്ചാൽ പ്രതിപക്ഷത്ത് ഇദ്ദേഹത്തോളം തൻ്റെ അടുള്ള വേറൊരു നേതാവുമില്ല. എന്തിന് സാറേ നമ്മൾ വഴക്കിന് പോണത്? ഒന്നാമത് നമ്മുടെ സമയം മോശം. അദ്ദേഹം മാറിയാൽ ആ സ്ഥാനത്ത് ശൂന്യതയായിരിക്കും. കാരണം ബാക്കി പ്രധാനപ്പെട്ട ആളുകൾക്ക് തോറ്റുപോയി. അവരെയൊക്കെ ജനങ്ങൾ തോൽപ്പിച്ച് വീട്ടിലിരുത്തിയിരിക്കുക. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഇപ്പൊ കഴിഞ്ഞ നിയമസഭയിൽ വളരെ ഘോരമായിട്ട് പ്രസംഗിച്ചിരുന്ന ആളുകളൊക്കെ അവിടെ P. രാജീവ് ഉണ്ടായിരുന്നുള്ളൂ. താർക്കികനായിരുന്നു, താത്വികനായിരുന്നു, പ്രത്യയശാസ്ത്ര വിശാരദനായിരുന്നു. അദ്ദേഹത്തിന് വിശാരദത്തിന് ഇപ്പോഴും കുറവൊന്നുമില്ല, പക്ഷെ നിയമസഭയിൽ കയറാൻ പറ്റിയില്ല, തോറ്റുപോയി. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. MP. രാജേഷ് വേറൊരു ചിന്തകനായിരുന്നു, ഇപ്പൊ അദ്ദേഹത്തെയും കാണാനില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആളുകളെല്ലാവരും തോറ്റ് തട്ടുംപുറത്ത് കയറി. ശൈലജ ടീച്ചർ എവിടെ? വീണ ജോർജ് എവിടെ? CPIയുടെ പ്രസാദും രാജനും മാത്രമാണ് കട്ടിച്ച് രക്ഷപ്പെട്ടത്. ബാക്കി എല്ലാവരും തോറ്റുപോയി. ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഒരു പാർട്ടി ജയിക്കും, ഒരു പാർട്ടി തോക്കും. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. ശരശൈകിൽ കിടക്കുന്ന ഭീഷ്മാചാര്യന്റെ അവസ്ഥയിലാണ് ഇപ്പൊ പിണറായി സഖാവ്. നമുക്ക് അദ്ദേഹത്തോട് സഹതാപമാണ് വേണ്ടതെന്നാണ് എന്റെ അഭിപ്രായം. ഏക ഛത്രാധിപതിയായിട്ടിരുന്ന ആളാണ്, ഇല്ലേ? 40-40 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി സഞ്ചരിച്ചിരുന്ന ആളിപ്പോൾ ഒരു അകമ്പടിയില്ല. ഇപ്പൊ പാറ്റന്റ് ആകം വേണ്ട, ഫയർ എഞ്ചിനും വേണ്ട, അതുപോലെ ആംബുലൻസും വേണ്ട. എന്തൊക്കെയായിരുന്നു അവന്റെ അഹങ്കാരം? അതന്നെ അവന്റെ ഫിനിഷ്. ആരും ഒന്നും ചെയ്യില്ല. ശ്രീ ജയശങ്കർ സൂക്ഷിക്കണം. ഒപ്പമുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിലുണ്ടായിരുന്ന വാഹനങ്ങളുടെ എണ്ണം തെറ്റിപ്പറഞ്ഞതിന് ഒരാൾക്കെതിരെ ഇപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ട് പിണറായി വിജയൻ.
രമേശ് ചെന്നിത്തലയ്ക്ക്. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? വാഹന വ്യൂഹത്തിൽ ഇപ്പൊ 39 ഉണ്ടായിരുന്നുള്ളൂ, 40 ഇല്ലായിരുന്നു പറഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തം ഞാൻ പറഞ്ഞോളാം, പറയേണ്ട സ്ഥലത്ത് പറഞ്ഞോളാം. അപ്പൊ ഇതൊക്കെ കേട്ട് പേടിക്കുന്നവർ പേടിക്കും. ഈ പെപ്പിടി വിധിയൊന്നും എന്റെ അടുത്ത് വേണ്ട. ഞാൻ ഈ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കൂ? കേരള ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ആംബുലൻസിന്റെയും ഫയർ എഞ്ചിന്റെയും ആകമ്പടിയോട് യാത്ര ചെയ്യുന്ന വീര് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഓർമ്മ വെക്കുന്ന കാലത്ത് അച്യുതമേനോനാണ് കേരള മുഖ്യമന്ത്രി. അച്യുതമേനോൻ, കരുണാകരൻ, മുൻ മുഖ്യമന്ത്രിമാർ എ.കെ. ആന്റണി മരിച്ച ആംബുലൻസിൽ പോകുന്ന കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിമാരുടെ വാഹന വ്യൂഹത്തിൽ ആംബുലൻസ് ഞാൻ കണ്ടിരുന്നില്ല മുമ്പ്. അതെ, ആംബുലൻസ് ഞാനും കണ്ടില്ല. അമേരിക്കൻ അംബാസഡർ കൊച്ചിയിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് ആംബുലൻസ് ഉണ്ടായിരുന്നു. കാരണം ഇതിന് അദ്ദേഹത്തിന് വല്ല ആക്രമണം നടക്കുകയാണെങ്കിൽ അപ്പോൾ വൈദ്യസഹായം കൊടുക്കാൻ വേണ്ടിയിട്ട് ആംബുലൻസ് കണ്ടിട്ടുണ്ട്. അല്ലാതെ കേരളത്തിലൊരു മുഖ്യമന്ത്രിക്ക് ആംബുലൻസിന്റെ പിന്തുണ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ആളുകൾ വെറുത്തു. അതാണ് ശരിക്കുള്ള പ്രശ്നം. ആളുകളെ വെറുപ്പിച്ചു എന്നുള്ളതാണ്. അതൊരു സത്യം മാത്രം. അത് അംഗീകരിക്കുന്നതിന് പകരം മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു, സ്പീക്കറെ വെല്ലുവിളിക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരായ മന്ത്രിമാരെ വെല്ലുവിളിക്കുന്നു, ലീഗുകാരെ വെല്ലുവിളിക്കുന്നു. ആർക്കും വിളിക്കാം. പക്ഷേ ഈ വെല്ലുവിളിക്ക് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ, ആർജവമുണ്ടോ, അത് ജനങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ ആരോടെങ്കിലും കുറച്ച് ഗുണ്ടായിസം കാണിച്ചു ഒന്ന് റിലാക്സ് ചെയ്തോട്ടെ പറഞ്ഞുള്ളേ. അപ്പൊ ഇതുപോലെയുള്ള ചപ്പടാച്ചികളുണ്ട്, പിപ്പിടി വിദ്യ കൊണ്ടുമാണ് പുള്ളി പാവം ഈ വയസ്സുകാലത്ത് പിടിച്ചു നിൽക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, സഹതാപമാണ് വേണ്ടത്. ഓ എന്നെ അങ്ങ് തല്ലിക്ക് കൊല്ലി. ഓ അതിനെന്താ പിണറായി വിജയൻ നിയമസഭയിൽ വളരെ സജീവമാണ്. കഴിഞ്ഞ ദിവസം ജലപീരങ്കിയുടെ വെള്ളവുമായി വന്ന് നടത്തിയൊരു പ്രകടനം കൂടി കാണാം. ജലപീരങ്കി സാധാരണ നമ്മുടെ സമരങ്ങളിൽ ഉപയോഗിക്കാറുണ്ടല്ലോ. പക്ഷേ വളരെ വിചിത്രമായ ഒരു സംഭവം ഉണ്ടായത്, ഈ വെള്ളമാണ് ഈ ചീറ്റിയത്. ഇത് തീർത്തും കലക്കവെള്ളമാണ്. ഇത് ഞാൻ നമ്മുടെ പുതിയ ആൾക്കാർക്ക് അറിയില്ല, ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞു തീർക്കുമല്ലോ. വലിയ പുള്ളിയാ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ മാറ്റിവെക്കാൻ പറ്റാത്തൊരു അധ്യായം. ഇത് കലക്കവെള്ളമാണ്, ഏതോ തോട്ടിൽ നിന്നെടുത്ത വെള്ളമായിരിക്കും. ഇവിടെ സാർ രാവിലെ നമ്മൾ അതിഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്തത്. ഇത് അമീബിക് മസ്തിഷ്ക ജ്വരമടക്കം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള വെള്ളമായിരിക്കും. അത്തരത്തിലുള്ളൊരു വെള്ളം ഉപയോഗിക്കേണ്ട ആവശ്യം എന്താണ്? സാധാരണ വെള്ളം തന്നെ ഉപയോഗിക്കാമല്ലോ. ഇതാണ് പ്രശ്നം. ജലപീരങ്കി ഉപയോഗിച്ചോ എന്നത് സാധാരണ നടക്കുന്ന കാര്യമായിരിക്കും. പക്ഷേ വെള്ളം ഈ തരത്തിൽ ഉപയോഗിക്കാമോ? അതാണ് പ്രശ്നം. അത് ഗൗരവമായി ഗവൺമെൻറ് കാണേണ്ട ഒരു പ്രശ്നമാണ്. പ്രതിഷേധിക്കാൻ വന്ന ആളുകളെ ചെടിച്ചട്ടുകൊണ്ടും ഹെൽമറ്റ് കൊണ്ടും തല്ലിച്ചതച്ച് ഗൺമാന്മാരുടെ നീളൻ വടികൊണ്ട് പൊതിരെ തല്ലി ഇഞ്ചപ്പരുവമാക്കിയിട്ട് അതിനെ രക്ഷാപ്രവർത്തനം എന്ന് ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരിച്ച ആളാണ് 200 ml കുപ്പിയിൽ റോഡിൽ നിന്ന് കോരിയ വെള്ളവുമായി വന്ന് ജലപീരങ്കിയിലെ വെള്ളത്തെക്കുറിച്ച് നിയമസഭയിൽ പരാതിപ്പെടുന്നത്. നാണക്കേട് പോലും നാണിച്ചു പോകും പിണറായി വിജയന്റെ മുന്നിൽ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.